ഫേവറേറ്റ് സോങ് വിനീത് ശ്രീനിവാസൻ പാടിയ ആ പാട്ടാണ്. അതിന്റെ പുറകെ നിങ്ങൾ കാണിച്ചു കൂട്ടിയ ഓരോ തോന്നിയവാസങ്ങൾ നീ ഉണ്ടായിരുന്നില്ല ഭാഗ്യത്തിൽ. ഞാൻ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എന്താ അറിയാം, ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവം ആയിരുന്നില്ല. ഈ പാട്ട് റെക്കോർഡിങ് അജു ഡബ് ചെയ്യുന്ന പറഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് വിനീത് ചുമ്മാ അത് കൂടെ വന്നപ്പോൾ ഓ അജു പടത്തിന് ഡബ് ചെയ്യാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറിയതാണ്. ആ പുള്ളിയെ പിടിച്ച് എല്ലാവരും കൂടെ പാട്ട് പഠിപ്പിച്ചതാണ്. അവസാനം ചേട്ടൻ പറയുന്നില്ലേ കാശ് വാങ്ങാതെ വിനീത് ശ്രീനിവാസൻ സത്യം പറഞ്ഞാലേ എടാ ഇതെന്തറിയോ, ഇത് ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആര് പാടേണ്ട പാട്ടായിരുന്നു ഇത്? അത് ജയേട്ടൻ പാടണോ അങ്ങനെ പല പല ആര് പാടണം എന്നുള്ളത് ആലോചിച്ചോണ്ട് ഇപ്പൊ പുണ്യാളെല്ലാം ജയേട്ടൻ പാടിയിട്ടൊരു പാട്ട് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അപ്പൊ ജയേട്ടൻ പാടണോ അങ്ങനെ പലതും ആലോചിച്ചോണ്ടിരിക്കുന്നു. ആ സമയത്താണ് പാവം വിനീത് വെറുതെ അതുവഴി പോയതാണ്, പുള്ളിനെ പിടിച്ചു വെച്ച അപ്പത്തന്നെ. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എല്ലാവരും വിളിച്ച് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി ആ റെക്കോർഡിങ്ങിന് കുറച്ചും കൂടെ അലമ്പാക്കിയാണ്. ഇത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഉണ്ടായിരുന്നുള്ളൂ, ജയേട്ടൻ അവിടെ ഉണ്ടായിരുന്നു, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ സംഗതി വന്നില്ല സംഭവം. പക്ഷെ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിൽ തന്നെ ഈ പാട്ട് കേട്ടപ്പോൾ, സെറ്റിൽ ഇപ്പൊ വിനീത് ആയിരുന്നില്ല, നമ്മൾ ആദ്യം വേറൊരാളെ കൊണ്ട് ട്രാക്ക് പഠിപ്പിക്കായിരുന്നല്ലോ. അപ്പൊ അതിനുശേഷമാണെങ്കിൽ അപ്പൊ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. പക്ഷെ പാട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹോസ്റ്റലിൽ ഓർമ്മ വരുന്നു, പഴയ ഫ്രണ്ട്സിന് ഓർമ്മ വരുന്നു, അതിലെ വരികളാണെങ്കിലും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിയ നിറഞ്ഞാണ്. അപ്പോൾ ആ ഒരു സൗഹൃദം ഓർമ്മ വരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആണ്, കാരണം ഈ 3 പേരുടെ സൗഹൃദത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ആ പാട്ട്. ഇവരുടെ 3 പേരുടെ ഐ ഓൾസോ ഫീൽ അനദർ തിങ് ഈസ് നമ്മുടെ പഴയ സിനിമകളിൽ നമുക്ക് എപ്പോഴും മനസ്സിൽ നിൽക്കുന്ന സിനിമകളിലൊക്കെ ഫ്രണ്ട്ഷിപ്പ്, ഇൻ ഹരിഹർ നഗർ ആവട്ടെ അല്ലെങ്കിൽ കിലുക്കത്തിലെ 2 പേരുടെ ആവട്ടെ, അതേപോലെ ക്ലാസ്മേറ്റ്സ്, ഇതിലൊക്കെ വരുന്ന സ്വപ്നക്കൂടിലെ 3 പേര്, അതേപോലെ എത്രയോ സിനിമകളിലെ ഫ്രണ്ട്ഷിപ്പിനെയാണ് അത് 3 or 4 ആമ്പിള്ളേരായിരിക്കും. അതേപോലെ എനിക്ക് ഫീൽ ചെയ്തു, ബിക്കോസ് നിങ്ങളുടെ 3 പേരുടെയും കെമിസ്ട്രി ഒരു പരിധിക്ക് അപ്പുറം ഇറ്റ് വാസ് റിയൽ. അതായത് ഓഫ് സ്ക്രീൻ ഓൾസോ നിങ്ങൾക്ക് അതേ കെമിസ്ട്രിയാണ്. ഷറഫും ഏകദേശം അതുപോലെ ആയി തുടങ്ങി. ഷറഫിന് ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഷറഫ് പെട്ടെന്ന് ആളുകളായിട്ട് കമ്പനി വന്നൊരു വ്യക്തിയല്ല. ഷറഫ് കുറച്ച് ടൈം എടുക്കും. പക്ഷെ ഷൂട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഷറഫും ശരിക്ക് ആ ഒരു ഇടയ്ക്ക് എന്റെ അടുത്ത് സുഹാനിസ് പറയായിരുന്നു. ബിക്കോസ് ഹി ഹാഡ് ടു ബി ദാറ്റ് ഗൈ. എന്നെ കാണുമ്പോൾ ടെൻഷൻ ആവുന്ന ഒരാളാണല്ലോ. രസമാണ്. കാരണം എന്താ പറയുക, എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഇപ്പൊ എനിക്ക് ഒരുപാട് ആമ്പിള്ളേരും ഒരുപാട് പെമ്പിള്ളേരും സുഹൃത്തുക്കളായിട്ടുണ്ട്. പക്ഷെ ആമ്പിള്ളേരുടെ സൗഹൃദത്തിന്റെ ഏറ്റവും ഭംഗിയായി തോന്നിയിട്ടുള്ള ഫോർമാലിറ്റീസ് കുറവായിരിക്കും. ഇപ്പൊ ആമ്പിള്ളേർ വളരെ അപൂർവമായിട്ടാണ് വേറൊരാളുടെ ബർത്ത്ഡേ ഓർത്ത് വയ്ക്കുക. ഇപ്പൊ പെമ്പിള്ളേരൊക്കെ ഒരു ബർത്ത്ഡേ മറന്നുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്ന് കിടന്ന് ഉറങ്ങണ്ട, പ്രത്യേകിച്ചും കൊന്നുകളഞ്ഞു. ഞാനൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുള്ളത്. നീയൊക്കെ എന്റെ ബർത്ത്ഡേ കറക്റ്റ് 12 മണിക്ക് വിഷ് ചെയ്യുന്നത് ഞാനാ ചെയ്യാറുണ്ടല്ലേ? സന്തോഷമായി. ബാക്കി ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു തീരുമാനമായി. അത് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറന്നുപോയി കഴിഞ്ഞാലേ ഭീകര പ്രശ്നമാണ്. ആമ്പിള്ളേർക്ക് ഈ പ്രശ്നമൊന്നുമില്ല. ആമ്പിള്ളേരിൽ ചിലപ്പോൾ എങ്ങനെയായിരിക്കും വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു ദിവസം വിളിച്ചിട്ട് താങ്ക് യു എന്താ താങ്ക് യു പറഞ്ഞോണ്ടിരിക്കുന്നത്, ഹാപ്പി ബർത്ത്ഡേ അളിയാ, അത്രേ ഉള്ളൂ. ഇതാണ് ആമ്പിള്ളേരുടെ രീതി. ഇപ്പൊ അവരെപ്പോഴും രീതികളിൽ ഇമോഷൻ കുറവായിരിക്കും, ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആയിരിക്കും അവരുടെ സൗഹൃദം. എനിക്ക് തോന്നുന്നു ഈ പടത്തിലും കുറെയൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനോ അവരുടെ വീട്ടുകാരെ ചീത്ത പറയാനോ ഒന്നും ഒരു പ്രശ്നമല്ല. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഫീൽ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, രഞ്ജിത്തേട്ടൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും യൂത്ത് സ്പിരിറ്റ് ഉള്ള ഇതാണ്. ഇപ്പൊ അതിന്റെ വിഷ്വൽസ് ആണെങ്കിലും, ഇപ്പൊ ജിത്തു ചേട്ടൻ ചെയ്തിട്ടുള്ള ക്യാമറ വിഷ്വൽസ് ആണെങ്കിലും, ഔട്ട്ഫിറ്റ്സ് കോസ്റ്റ്യൂംസ് ആണെങ്കിലും, അത് ജയേട്ടന്റെ വൈഫ് തന്നെയാണ് ജയേട്ടന് വേണ്ടി ചെയ്തിട്ടുള്ളത്. ജയേട്ടന്റെ ലുക്ക് ആണെങ്കിലും, ഇപ്പൊ മേക്കപ്പ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും, മ്യൂസിക്, അതേപോലെ തന്നെ ഇതിന് എഫക്ട്സും മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മറ്റേ എഫക്ട് ഒക്കെ ചെയ്യുന്ന ബാഹുബലിയിൽ ചെയ്ത അദ്ദേഹമാണ്. അപ്പൊ ടോട്ടലി വാട്ട് ഹാപ്പൻസ് ഇസ് അദ്ദേഹം രഞ്ജിത്തേട്ടൻ ഇതുവരെ ചെയ്തതിൽ ഒരു ഡിഫറെന്റ് ക്രൂ ആണ്. അപ്പൊ അതിന്റെ ഒരു ഫീല് എന്തൊക്കെ പറഞ്ഞാലും ടെക്നിക്കൽ സൈഡിലും ഈ പടത്തിനുണ്ടാവും. അപ്പോൾ എനിക്ക് ഈ പടത്തെക്കുറിച്ച് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു വാട്ടർ തീം പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു റോളർ കോസ്റ്റർ റൈഡിൽ കയറാന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയുള്ള കാര്യമാണ്, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഊഞ്ഞാലാടുക, ചില ആൾക്കാർക്ക് ഊഞ്ഞാൽ സ്പീഡിൽ ആടാൻ പേടിയാണ്, പക്ഷെ ഇഷ്ടമാണ്. അതുപോലെ ആയിരിക്കും പ്രേതം എന്നുള്ള സിനിമ. പ്രേതം എന്നുള്ള സിനിമ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുന്ന, വീണ്ടും വീണ്ടും കേറാൻ ഇഷ്ടപ്പെടുന്ന, ചിലപ്പോൾ 2-3 പ്രാവശ്യം കണ്ടുപോകുന്ന ഒരു മൂവി ആയിരിക്കും, ബിക്കോസ് ഓഫ് ദ ഹ്യൂമർ ഇൻ ഇറ്റ് ആൻഡ് നാച്ചുറൽ ഹ്യൂമർ. സോ ഓഡിയൻസിനോട് ഇനി എന്താണ് നമുക്ക് പറയാൻ? ഓഡിയൻസിനോട് ഇത്രേ പറയാനുള്ളൂ, ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഫുൾ ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് പോയിട്ട് കസിൻസും എല്ലാവരുമായിട്ട് പോയിട്ട് ഗ്രൂപ്പായിട്ട് വേണം പോകാൻ. കോളേജ് പിള്ളേർ പ്രത്യേകിച്ചും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെയും കൊണ്ട് പോയി കാണാൻ പറ്റുന്ന ഒരു രസം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഒക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരുപാടുള്ളൊരു സിനിമയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ രഞ്ജിത്തേട്ടൻ ജയേട്ടൻ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, GP പേളി ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതെ,
ഇപ്പൊ അജു എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു സുഹൃത്താണ്, എല്ലാവരുടെയും ഭയങ്കര എല്ലാവരുടെയും ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഷറഫ്, ധർമ്മേട്ടൻ. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഒക്കെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒരുപാട് ആഘോഷിക്കുന്ന ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും കൂടി പോയി കാണുക, ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കും. കുറെ കാലത്തിന് ശേഷമാണ് ഞാനും പേർലിയും ഒപ്പം സ്ക്രീൻ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. പേർലി എന്തായാലും വളരെ ഹാപ്പിയാണ്, ഞാൻ അതിലേറെ ഹാപ്പിയാണ്. നിങ്ങൾ തിയേറ്ററിൽ പോയി പടം കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് ഫസ്റ്റ് ഷോ തന്നെ കാണുക, ബിക്കോസ് സെക്കൻഡ് ഷോന് ഞങ്ങൾ ഉണ്ടാവും. അല്ല, ഇതൊന്നും പറയുന്നത് കേൾക്കണ്ട, ഇത് ആ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.